നരേന്ദ്രമോദിയെ വരവേൽക്കാൻ പടുകൂറ്റൻ മണൽ ചിത്രം ഒരുങ്ങുന്നു. തൃശൂർ തേക്കിൻകാട് മൈതാനിൽ നരേന്ദ്രമോദിയോടുള്ള ആദരവായി അദ്ദേഹത്തിന്റെ പടുകൂറ്റൻ മണൽ ചിത്രം തൃശൂരിൽ ഒരുങ്ങുന്നു. ജനുവരി 3 തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് ആദരവായി ചിത്രം സമ്മാനിക്കും. പ്രശസ്ത മണൽ ചിത്രകാരനായ ബാബു എടക്കുന്നിയാണ് ചിത്രം തീർക്കുന്നത്. ഭാരതത്തിലെ 51 സ്ഥലങ്ങളിൽ നിന്നുള്ള മണൽ ശേഖരിച്ചാണ് ചിത്രം ഒരുക്കുന്നത്. ഇതിൽ നരേന്ദ്രമോദിയുടെ ജന്മനാടായ വഡോദരയിൽ നിന്നുള്ള മണലും ഉൾപ്പെടും. ഈ ചിത്രത്തിന് എങ്ങനെയാണ് ഇതിന്റെ അടി? ഈ ചിത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചിത്രത്തിന് കൺസെപ്റ്റ് ഉണ്ട്. 51 ഗ്രാമത്തിലെ മണ്ണ്, ഇന്ത്യയിലെ തന്നെ പല ഭാഗത്തു നിന്നും 51 ഗ്രാമത്തിലെ മണ്ണെടുത്തിട്ടാണ് ഈ ചിത്രം ചെയ്യുന്നത്. അതുമാത്രമല്ല, മോഡിജിയുടെ ഗ്രാമത്തിൽ, പ്രത്യേകമായിട്ട് മോഡിജിയുടെ ഗ്രാമത്തിൽ മണ്ണെടുത്തിട്ടുണ്ട്. അപ്പോൾ 51 ഗ്രാമത്തിലെ മണ്ണും 51 അടി വീഴും. ഈ ഒരു കൺസെപ്റ്റാണ് അതിൻ്റെ പ്രധാനം. ഇത് പൂർത്തിയായിട്ട് പിന്നെ എന്താണ് ഇതിന്റെ വഴി? പിന്നെ പൂർത്തിയായിട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ മോഡിജി ഇപ്പോൾ 3-ാം തീയതി ഇവിടെ തൃശ്ശൂർ സന്ദർശിക്കുന്നുണ്ട്. മോഡിജി കണ്ടതിന് ശേഷം തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം. ഒരു നല്ലൊരു ചിലവുണ്ട്. എത്രയാണ് കൂട്ടിയിട്ടില്ല, എന്നാലും നല്ലൊരു ചിലവ് വന്നിട്ടുണ്ട്. കാരണം ഇത് വെറും ക്യാൻവാസിൽ മാത്രമല്ല ചെയ്യുന്നത്. ഇത് മണലാണ് മീഡിയം വിത്ത് ഗ്രാമങ്ങളിലൊക്കെ സഞ്ചരിക്കാനുള്ള ചിലവ്. പിന്നെ ഈ സ്റ്റീലിൻ്റെ ഗ്രില്ലാണ് കിട്ടിക്കുന്നത്. കാരണം നിവർന്ന് നിൽക്കേണ്ടതല്ല. അപ്പോൾ അതിൻ്റെ ഒരു എൻജിനീയറിങ് ടെക്നോളജി അതിന് പിന്നിലുണ്ട്. അപ്പോൾ അതിൻ്റെ ചിലവ് അതൊക്കെ വഹിക്കുന്നത് നമ്മുടെ ഗോകുലൻ സാറാണ്. മോദിയോടുള്ള ആരാധനയാണ് ഇത്തരമൊരു ചിത്രം തയ്യാറാക്കാൻ പ്രേരണയായത് എന്ന് ബാബു എടക്കുന്നി പറഞ്ഞു. 10 ദിവസം എടുത്താണ് ചിത്രം പൂർത്തിയാക്കുക. നിറങ്ങൾക്ക് പകരം മണൽ പൊടികളാണ് ഉപയോഗിക്കുന്നത്. 51 അടി ഉയരമുള്ള ചിത്രം ലോക റെക്കോർഡാകും. ഇതുവരെ ഇത്രയും വലിയ മണൽ ചിത്രം ആരും തയ്യാറാക്കിയിട്ടില്ല. വർഷങ്ങളായിട്ട് മണൽ ചിത്രമായിട്ട് ഇങ്ങനെ ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനോടകം തന്നെ വേൾഡ് ലീഡേഴ്സും ഇന്ത്യൻത്തെ പ്രധാന വ്യക്തികളുടെയൊക്കെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. ഈ മോദിയുടെ ചിത്രം ഒരു അത്ഭുതമായിരിക്കും. മോഡിയുടെ ചിത്രം അത്ഭുതം ചെയ്യാനുള്ള പ്രചോദനവും ഉണ്ട്. അത് കാര്യം മോഡി എന്ന ഒരു വികാരം ഇന്ത്യയുടെ ഒരു അഭിമാനമാണ്. അത് പ്രധാനമന്ത്രി മോഡി എന്ന് പറയുന്നത് ലോകത്തിൽ ഞാൻ വേൾഡ് സഞ്ചരിക്കുന്ന ഒരാളാണ്. ലോകത്തിൽ മോഡിക്ക് കിട്ടുന്നൊരു ആദരവ് ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കൊരു സംശയമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.